ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് യൂദാസ്ലിഹായുടെയും ശിമയോൻ്റെയും തിരുനാൾ ദിവസം. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുക. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. ആ ദിവസങ്ങളിൽ എന്ന് പറയാം. അപ്പോൾ ഈശോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ മലയുടെ മുകളിൽ പോയി രാത്രി മുഴുവൻ ദൈവവുമായിട്ട് സംഭാഷിക്കുക. അതിനുശേഷം ഈശോ എന്താ ചെയ്തത്? ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ദൗത്യം കൊടുക്കുക. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ, തൻ്റെ വഴികൾ തുടരുവാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, അതിനു മുമ്പ് പിതാവായ ദൈവമായിട്ട് ദിവസങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥനയെ ചെലവഴിക്കുക. ഈ ശിഷ്യന്മാരുടെ ഒക്കെ പിന്നീട് ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്താ അവര് വിജയിക്കുവാൻ ഫലം ചൂടാനൊക്കെ കാരണം? അത് ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം. കൊച്ചരസ്യപ്പുണ്ണി തൻ്റെ ജീവിതത്തിലേക്ക് പറയുന്നുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഹൃദയത്തിൻ്റെ ഉയർച്ചയാണ്. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്നാണ് അവളുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരുന്നത്. അവള് ലിറ്റിൽ ബേ എന്നാ ദൈവവുമായിട്ട് പരിപൂർണ ബന്ധം. എനിക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിൽ ദൈവത്തോട് ഒരു ശിശുവിനെ പോലെ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ദൈവത്തിന് വിട്ടുകൊടുക്കുക. നീ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശ്രദ്ധിക്കേണ്ടത് ദൈവവുമായിട്ട് ചേർന്ന് ആലോചന നടത്തിയാണ്. എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്തിട്ട് ദൈവമേ നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല. നിന്റെ എല്ലാ കാര്യത്തിലും ദൈവമേ ഇതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? കുറേ നേരം ശാന്തമായിട്ട് പ്രാർത്ഥിക്കോ, വചനമൊക്കെ തുറന്നുക. നിന്റെ ദൈവം നിന്നോട് സംസാരിക്കും. ദൈവവുമായിട്ട് ആലോചന നടത്തിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ എല്ലാം നല്ലതായിരിക്കും. പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സഹനങ്ങൾ, പ്രതിസന്ധികൾ, രോഗപീഠകൾ എല്ലാം ഉണ്ട്. ഒന്നും തളർത്തിയിട്ടില്ല. കാരണം ദൈവവുമായിട്ട് ഡീപ്പ് റിലേഷനിലായിരുന്നു. ഇത് ചെയ്യുവാനായിട്ട്, ഈ ബന്ധത്തിൽ വളരുവാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നൽകണമേ. എല്ലാ രീതിയിലും സംരക്ഷിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.